ഹായ് ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വ്യാഴാഴ്ചത്തെ വലിയൊരു അപ്പ് മൂവിന് ശേഷം തുടർച്ചയായി മൂന്നാമത്തെ ദിവസം നെഗറ്റീവിലാണ് മാർക്കറ്റ് ഇന്ന് ക്ലോസ് ചെയ്തത്. ഇന്ന് വളരെ വലിയൊരു വീഴ്ച തന്നെയാണ് ഉണ്ടായതെന്ന് പറയാം. സെൻസെക്സ് ഏകദേശം 873 പോയിന്റ് താഴ്ന്ന് 81,156-ലും, നിഫ്റ്റി 261 പോയിന്റ് താഴ്ന്ന് 24,683-ലാണ് ക്ലോസ് ചെയ്തത്. അതുപോലെ ബാങ്ക് നിഫ്റ്റിയും 543 പോയിന്റോളം ഇടിഞ്ഞ് 54,877-ലാണ് ക്ലോസ് ചെയ്തത്. ഓൾമോസ്റ്റ് എല്ലാ സെക്ടറൽ ഇൻഡീസസും നെഗറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. ബ്രോഡർ മാർക്കറ്റ്സ് സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും നെഗറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. സ്മോൾ ക്യാപ്പ് 0.9%, മിഡ് ക്യാപ്പ് 1.54% ഡൗൺ ആയിട്ടാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. ഇന്ത്യ വിക്സ് ചെറിയ രീതിയിൽ നപ്പായിരുന്നു, 0.12% അപ്പായിരുന്നു. ഇതിൻ്റെ കാരണങ്ങൾ പലതാണ്, പല നെഗറ്റീവ് ന്യൂസ് ഒന്നിച്ച് വരുന്നുണ്ട്. പിന്നെ മാർക്കറ്റ് മുകളിലോട്ട് കൊണ്ടുപോകാനുള്ള പോസിറ്റീവ് ന്യൂസുകൾ വരുന്നുമില്ല. അങ്ങനെ ഒരു പോസിറ്റീവ് ന്യൂസിനുള്ള വെയിറ്റിങ്ങിലായിരുന്നു മാർക്കറ്റ്. ഗ്ലോബൽ പ്രശ്നങ്ങൾ നമ്മൾ ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞാണ്. US-ൻ്റെ റേറ്റിംഗ് മോഡീസ് കുറച്ചിരുന്നു. അതിനെ തുടർന്ന് US-ലുണ്ടായ ബോണ്ട് ഡീൽസിലുണ്ടായ ആ ഒരു സ്പൈക്ക്, അതിനുശേഷം ജപ്പാനീസ് ബോണ്ട് ഡീൽസിലും സ്പൈക്ക് ഉണ്ടായിട്ടുണ്ട്. കൂടാതെ FIസും ചെറിയ രീതിയിൽ സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ചയുടെയൊക്കെ ഡാറ്റ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റിയ FIസും സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെറിയ രീതിയിൽ. അതുകൂടാതെ മാർക്കറ്റ് പ്രതീക്ഷിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഇന്ത്യയും US തമ്മിലുള്ള ട്രേഡ് ഡീൽ. അത് ഇതുവരെ നടന്നിട്ടില്ല. കോമേഴ്സ് മിനിസ്റ്റർ ആയിട്ടുള്ള PS ഗോയൽ 4 ദിവസത്തെ US സന്ദർശനം കഴിഞ്ഞ് ഇന്നലെ മടങ്ങി വന്നിരുന്നു. പ്രതീക്ഷിച്ച ട്രേഡ് ഡീൽ ഇതുവരെ വന്നിട്ടില്ല. ഈ മാസം അവസാനത്തോടെ കൂടി ഉണ്ടാവുന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ ആ ഒരു പ്രതീക്ഷ കൂടി മാർക്കറ്റിന് ഉണ്ടായിരുന്നു, അത് ഇതുവരെ വന്നിട്ടില്ല. പിന്നെ റുപ്പിയും ചെറിയ രീതിയിൽ താഴോട്ട് പോകുന്നുണ്ട്. അതുകൂടാതെ COVID-19 കേസുകൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചെറിയ രീതിയിൽ മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവാം. ഇനി NSEയിലെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കുകയാണെങ്കിൽ 915 സ്റ്റോക്കുകൾ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തപ്പോൾ 1974 സ്റ്റോക്കുകൾ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഇനി നാളെ മെയ് 21 ബുധനാഴ്ച വരുന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ഇൻഡസിൻഡ് ബാങ്കാണ്. പിന്നെ ONGC, ഇന്റർ ഗ്ലോബൽ ഏവിയേഷൻ അഥവാ ഇൻഡിഗോ, കോൾഗേറ്റ് പാമലിവ്, മാൻകൈൻ ഫാർമ തുടങ്ങിയ കമ്പനികളാണ്. ഇത് പ്രധാനപ്പെട്ട കമ്പനികൾ മാത്രമാണ്. വളരെ വലിയൊരു ലിസ്റ്റാണ്. കുറേ കമ്പനികളുടെ റിസൾട്ട് നാളെ വരുന്നുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട കമ്പനികൾ മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് പറയുന്നതാണ്. ഈ ആഴ്ചത്തെ മൊത്തം ലിസ്റ്റ് നമ്മുടെ വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്യാവുന്നതാണ്. അടുത്ത ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ മറന്നുപോയ ചെറിയൊരു കാര്യം ഓർമ്മിപ്പിച്ച ശേഷം മുമ്പോട്ട് പോകാം. നിങ്ങൾ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല, അപ്പോൾ ഇപ്പോൾ തന്നെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക. കൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ നിങ്ങളത് സഹായിക്കും. അതുകൂടാതെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുവഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതിനുശേഷം എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൻ മതി. ആദ്യത്തെ അപ്ഡേറ്റ് IDBI ബാങ്കുമായി ബന്ധപ്പെട്ടാണ്. IDBI ബാങ്കിനെ സെല് ചെയ്യാൻ ഗവൺമെൻറ് കുറച്ച് കാലമായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു ബാങ്കിൻ്റെ 51% ഷെയർ ഹോൾഡ് ചെയ്യുന്നത് LIC ആണ്. ബാക്കി ഗവൺമെൻറ് കയ്യിലാണുള്ളത്. ഈ ഒരു ബാങ്കിനെ അക്വയർ ചെയ്യാനുള്ള കമ്പനികളുടെ ലിസ്റ്റിലേക്ക് എമിറേറ്റ്സ് NDB കൂടി വന്നിട്ടുണ്ട്. ദുബായ് ഗവൺമെൻറ് ആയിട്ടുള്ള വരുന്ന ബാങ്കാണ് എമിറേറ്റ്സ് NDB. ഇവർ ഇന്ത്യയിലെ ഹോളി ഓൺഡ് സബ്സിഡറി വഴിയാണ് ഈ ഒരു ബാങ്കിനെ അക്വയർ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുള്ളത്. ഫോറിൻ ബാങ്കുകൾ ഇന്ത്യൻ ബാങ്കുകൾ അക്വയർ ചെയ്യുമ്പോൾ ആ റൂട്ട് തന്നെയാണ് RBIയും പ്രിഫർ ചെയ്യുന്നത്. ഇവരുടെ ഇന്ത്യയിലെ ബിസിനസ്സിനെ ഹോളി ഓൺഡ് സബ്സിഡിയിലേക്ക് മാറ്റാനുള്ള അപ്രൂവൽ RBI ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. ഇന്ത്യയിൽ അവർക്ക് ചെന്നൈ, ഗുരുഗ്രാം, മുംബൈ എന്നിവിടങ്ങളിൽ 3 ബ്രാഞ്ചുകളാണുള്ളത്. ആദ്യപടി എന്ന നിലയിൽ അതിനെ ഹോളി ഓൺഡ് സബ്സിഡിയാക്കി മാറ്റും. അതുവഴിയായിരിക്കും IDBI അക്വയർ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നത്. ഓൾറെഡി പ്രേംവത്സയുടെ കീഴിലുള്ള ഫെയർഫാക്സ് ക്യാപിറ്റലും IDBI അക്വയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവരെക്കാളും എമിറേറ്റ്സ് NDBക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഫെയർഫാക്സിന് ഓൾറെഡി ഇന്ത്യയിലെ മറ്റൊരു ബാങ്കിൽ ഷെയർ ഹോൾഡിംഗ് ഉണ്ട്. ഓൾറെഡി അവർ കാത്തലിക് സിറിയൻ ബാങ്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പ്രൊമോട്ടർ തന്നെ 2 ബാങ്കുകൾ ഓൺ ചെയ്യുന്നത് RBI നോംസിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ റെഗുലേറ്ററി പ്രശ്നങ്ങൾ വരും. പക്ഷേ ആ നിയമങ്ങളെ മറികടക്കാനുള്ള ശ്രമങ്ങളും ഫെയർഫാക്സ് ഓൾറെഡി നടത്തുന്നുണ്ട്. എങ്കിലും ഇക്കാര്യത്തിലൊരു അഡ്വാൻറ്റേജ് എമിറേറ്റ്സ് NDBക്ക് ഉണ്ട്. ഏകദേശം FY25 എൻഡോട് കൂടി ഈ ഒരു അക്വിസിഷൻ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ നിങ്ങളുടെ ആരെങ്കിലും IDBI ബാങ്കിൻ്റെ ഷെയർ ഹോൾഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ അറിയിക്കാവുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് ഇന്ത്യ ബംഗ്ലാദേശ് തമ്മിലുള്ള ട്രേഡുമായി ബന്ധപ്പെട്ടാണ്. ബംഗ്ലാദേശിൽ നിന്നുള്ള ഇമ്പോർട്ട്സിൽ 42% ഇന്ത്യ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു റെസ്ട്രിക്ഷൻ ഏകദേശം 770 മില്യൺ വർത്ത് വരുന്നതാണ്. ഇത് മെയിനായിട്ട് ബാധിക്കുക ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ഗാർമെൻസിന് തന്നെ ആയിരിക്കും. ഇന്ത്യ ബംഗ്ലാദേശിൽ നിന്ന് ഓരോ വർഷവും $618 മില്യൺ ഗാർമെൻസ് ആണ് ഇമ്പോർട്ട് ചെയ്യുന്നുള്ളത്. റീസെൻ്റായിട്ട് ബംഗ്ലാദേശിൽ പുതിയ ഗവൺമെൻറ് വന്ന ശേഷം അവർ ചൈനയുമായിട്ട് കൂടുതൽ അടുക്കുകയും ഇന്ത്യക്കെതിരെ ചില കാര്യങ്ങൾ പറയുകയും ചെയ്തിരുന്നു. അതുകൂടാതെ 2024 ശേഷം അവർ ഇന്ത്യയിൽ നിന്നുള്ള ഇമ്പോർട്ട്സിന് ചില റെസ്ട്രിക്ഷൻസും ഏർപ്പെടുത്തിയിരുന്നു. ഇതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഇന്ത്യ ഇപ്പോൾ റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ചില പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടുകൾ നോക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് മൊബിക്വിക്കിൻ്റെ റിസൾട്ടാണ്. അവരുടെ FY25 Q4 റിസൾട്ട് നോക്കുകയാണെങ്കിൽ റവന്യൂ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിരുന്നു. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ 268 കോടിയായിരുന്നു. FY25 ഫുൾ ഇയർ റവന്യൂ നോക്കുമ്പോൾ 33% വർധനവുണ്ടായിട്ടുണ്ട്. 1192 കോടിയായിട്ടുണ്ട്.
യൂസർ ബേസ് വർദ്ധിച്ചിട്ടുണ്ട് 176.5 മില്യൺ ആയിട്ടുണ്ട്. Q4 എക്സ്പെൻസസ് വർദ്ധിച്ചിട്ടുണ്ട് 324 കോടി ആയിട്ടുണ്ട്. അതുകൂടാതെ അവരുടെ ലോസും വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അത് 0.6 കോടിയായിരുന്നത് ഈ വർഷം അത് 56 കോടി ആയിട്ടുണ്ട്. റീസെൻ്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്ത ഒരു കമ്പനിയാണിത്. ഇപ്പോഴവർക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റിയിട്ടില്ല. അടുത്തത് പവർ ഗ്രിഡിൻ്റെ റിസൾട്ടാണ്. പവർ ഗ്രിഡിൻ്റെ Q4 പ്രോഫിറ്റ് 0.56% വർദ്ധിച്ച് 4143 കോടി ആയിട്ടുണ്ട്. റവന്യൂ 2.4% ഇയർ ഓൺ ഇയർ വർധനവുണ്ടായിട്ടുണ്ട്. അത് 12,275 കോടി ആയിട്ടുണ്ട്. Q4 എക്സ്പെൻസസും 6.8% വർദ്ധിച്ചിട്ടുണ്ട്. അത് 7,550 കോടി ആയിട്ടുണ്ട്. കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു ഷെയറിന് മുകളിൽ ₹1.25 ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ പ്രഖ്യാപിക്കുന്ന 4ാമത്തെ ഡിവിഡൻഡാണ് അവരുടേത്. FY25 ഇതിനു മുമ്പും ഒരു ഷെയറിന് മുകളിൽ ₹3.25 ₹4.50 മൂന്നാമത്തെ പ്രാവശ്യം ₹2.75 ഡിവിഡൻഡ് നൽകിയിരുന്നു. ഇത് 4ാമത്തെ ആയിരുന്നു.